ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷാനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു വുമൺ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് ചോദിക്കാൻ വേണം. ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സൊന്ന് ഫുള്ളി എന്താ പറയുക, നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇത്. ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിൻ്റെ ചെറിയൊരു സൈസ്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ് കോഡായിട്ട് വാങ്ങിച്ചൊരു ഡ്രസ്സാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. റേറ്റ് വളരെ കുറവാണ്, 215 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പഫ് കൈയാണ് കേട്ടോ. പഫ് കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെറ്റിൻ്റെ തന്നെ ഇത് നല്ല രസത്തിൽ ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡി കൈയാണ്. ഇങ്ങനെ പഫ് തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ 3/4 ആയിട്ട് വരുന്ന പഫ് കൈയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസ്റ്റർ ആണ് കേട്ടോ. ഭയങ്കര കട്ടിയുണ്ട്. നമ്മൾ ഉള്ളിൽ ഇന്നേഴ്സോ അല്ലെങ്കിൽ നെയിലടിക്കുന്നുള്ളൊരു ഡൗട്ടും വേണ്ട. നല്ല കട്ടിയുള്ള പോളിസ്റ്റർ തുണിയാണ് കേട്ടോ. അത് കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് ഷേപ്പായിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫ്രണ്ടിൽ ചെറിയ ട്രയാങ്കിൾ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ റൗണ്ട് നെക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് ബാക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ. അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു പൊളിവ് ഉണ്ട് കേട്ടോ. കാലിൻ്റെ സൈഡ് ഇങ്ങനെ ആയിട്ട് നടക്കുമ്പോൾ അത് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ ലെങ്ത്ത് കുറയ്ക്കാം. അങ്ങനത്തെ ഒരു ടോപ്പാണിത്. ഇത് അടിപൊളിയാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പാണിത്. ഇതിൻ്റെ ചെറിയ സൈസ്, ചെറിയ കുട്ടികളുടെ പെൺകുട്ടികളുടെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാൾക്കും ഡ്രസ് കോഡായിട്ട് ഇത്ര അഫോർഡബിൾ റേറ്റിന് മീഷോന്ന് തന്നെ കിട്ടത്തുള്ളൂ. സോ ഇത് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റാണ് ഈ കാണിക്കുന്ന ടോപ്പ് കേട്ടോ. അത് നല്ല ഫെമിലിയർ ആയിരിക്കും ഈ ഇത്, കാരണം മീഷോയിൽ അത്രയും ട്രെൻഡിങ് ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് ഇത് കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ റേറ്റ് വെറും 215 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി. പക്ഷേ തുണി ഭയങ്കര കട്ടി കുറവാണ് കേട്ടോ. എന്താ വെച്ചാൽ റയോൺ തുണിയാണ്. ഇതിൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേപ്പാണ് കേട്ടോ. ക്രേപ്പ് തുണിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൈയൊക്കെ പഫ് സ്ലീവാണ് കേട്ടോ. പിന്നെ ഇത് പ്രിൻ്റഡ് ആണ്. അടിപൊളി. ഒരു 10ൽ 6 മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധാരണ ഒരു കോളേജ് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് സ്മോൾ സൈസാണ്. പക്ഷെ അത്യാവശ്യം പ്ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഇത് നമ്മളെ കാല് കാണുന്ന രീതിയിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ടിങ് വേണമെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാൻ വേണമെങ്കിൽ പാൻറ് ഇടണവർക്ക് പാൻറ് ഇടാം. ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഡ്രസ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ വേറെ കളർ ചേഞ്ചൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. യെല്ലോ, അതുപോലെ തന്നെ സ്കൈ ബ്ലൂ, ഇത് റെഡാണ്. റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെറൂൺ കളറാണ്. ഇതിൻ്റെയൊക്കെ വേറെ കളർ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്താ പറയുക, ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും പറ്റിയിട്ടുള്ള ചെറിയൊരു ഇതുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇടാം. ചിലപ്പോൾ ഒന്ന് വിരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ലൈനിങ് ഉണ്ട് കേട്ടോ. ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു കവറേജ് ജസ്റ്റ് ഒന്നൊരു വൃത്തി തോന്നാൻ വേണ്ടിയിട്ട് അവിടെ മാത്രം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ലൈനിങ് ഇല്ല കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ലൊരു ഡ്രസ്സാണ്. അതൊരു ഫ്രോക്ക് ടൈപ്പാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ മീൻസ് സ്കൂളിൽ +1 +2 അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 274 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് വാങ്ങിച്ചത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആണ്. കാരണം നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൈ നല്ല പഫാണ്. ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ അരഭാഗം ഇങ്ങനെ എലാസ്റ്റിക്കാണ്. സോ നമുക്ക് എത്ര തടിയുള്ളവർക്ക് തടിയില്ലാത്തവർക്ക് ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ്. പിന്നെ ഫോട്ടോയിൽ കാണുമ്പോൾ തീരെ ഇറക്കില്ലാത്ത പോലൊക്കെ തോന്നും. പക്ഷെ എനിക്ക് അത്യാവശ്യം മുട്ട് വരെ ഇറക്കുന്നുണ്ട് കേട്ടോ. തുണി ആയിക്കോട്ടെ, തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയാണ്. കാരണം ക്രേപ്പും അല്ല, അതുപോലെ റയോണും അല്ല, നല്ല കട്ടിൽ. നമ്മളിപ്പോൾ ഈ ആണുങ്ങളൊക്കെ ഒരു ഷർട്ട് ഉണ്ടല്ലോ, നല്ല നൈസ് ഷർട്ട്, അതിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് നല്ല അടിപൊളി ഡ്രസ്സാണ്. അതുപോലെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ക്വയർ നെക്കാണ് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും സ്ക്വയർ നെക്കാണ് ഈ ഡ്രസ്സിന് വന്നിട്ടുള്ളത്. ഈ ഡ്രസ്സിൻ്റെ വേറെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എനിക്ക് പർപ്പിൾ ഇഷ്ടമായതുകൊണ്ടാണ് പർപ്പിൾ എടുത്തത്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ മെറൂൺ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്,
അങ്ങനെ കുറച്ച് 2-3 കുറച്ച് നല്ല നല്ല കളറുണ്ട്. എനിക്ക് പർപ്പിള് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ എടുത്തൊരു ഡ്രസ്സാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 3 ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിൻ്റെ കോഡോ എന്തെങ്കിലുമൊക്കെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.